Hello everyone, welcome back to my channel. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ബിഗിനർ മേക്കപ്പ് വീഡിയോ ആണ്. അതായത് ഓഫീസിലും കോളേജിലും ഒക്കെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരുപാട് പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാതെ ഒരു ബിഗിനേഴ്സിന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് വീഡിയോ ആണ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം നന്നായിട്ട് വൃത്തിയാക്കുക. നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന നല്ലൊരു ക്ലിൻസർ കൊണ്ട് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് വൃത്തിയാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. അപ്പം ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തത് മമ്മ.എർത്തിൻ്റെ അപ്ടൺ ഫേസ് വാഷാണ്. ഇവിടെ ഇപ്പം സമ്മർ ആയതുകൊണ്ട് നന്നായിട്ട് ടാനാവില്ല, അതുകൊണ്ട് ടാനിങ് ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യാറ് സമ്മറിൽ. എനിക്ക് ഹിമാലയയുടെ ഓറഞ്ച് ഫേസ് വാഷ് ഇഷ്ടമാണ്, അതും ടാൻ റിമൂവ് ചെയ്യുന്നതാണ്. മമ്മ.എർത്താണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്, കറൻ്റ് എൻ്റെ ഫേവറേറ്റ്. അപ്പം അതുപോലെ തന്നെ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിന്ന് എഫോലിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സ്ക്രബ് യൂസ് ചെയ്തിട്ട് ഒരു വൺസ് അല്ലെങ്കിൽ ട്വൈസ് അല്ലെങ്കിൽ ട്രൈസ് എ വീക്ക് എപ്പോഴും എഫോലിയേറ്റ് ചെയ്യുക. എപ്പോഴും നമ്മുടെ സ്കിൻ ഇങ്ങനെ തൊടുമ്പം ഈവൻ ടോണായിരിക്കണം, ഇങ്ങനെ പരവരാന്നുള്ളൊരു ഫീലിംഗ് വരരുത്. അതുപോലെ തന്നെ ഈ നമ്മളുടെ മൂക്കിൻ്റെ സൈഡിലും ഇവിടെയൊക്കെയുള്ള ഏരിയ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം അവിടെയൊക്കെ പെട്ടെന്ന് ബ്ലാക്ക് ഹെഡ്സ് വരാനും ഡാർക്ക് ആവാനുള്ള സാധ്യത ഉള്ള ഏരിയാസാണ്. അപ്പോൾ അതൊന്ന് എപ്പോഴും ശ്രദ്ധിക്കാം. അപ്പം അതാണ് നമ്മുടെ എപ്പോഴും ക്ലീനായിട്ട് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യുക. അപ്പോൾ അതാണ് മേക്കപ്പിൻ്റെ ബിഗിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് എപ്പോഴും പ്രോപ്പറായിട്ട് ചെയ്യാം. നമ്മുടെ സ്കിന്ന് നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ഏജ് കൂടുന്തോറും സ്കിൻ ഭയങ്കര മോശമായിട്ട് വരും. അപ്പം നമുക്കത് ആ ഒരു അറിവ്, അങ്ങനെ സ്കിൻ നന്നായിട്ട് സൂക്ഷിക്കണം എന്നറിയുന്ന ആ പ്രായം തൊട്ട് തന്നെ നമ്മളത് ചെയ്യണം. ഒരു 25 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്കിൻ മാനേജ് ചെയ്യാനൊക്കെ. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ നന്നായിട്ട് മാനേജ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് യൂസ് ചെയ്തിരിക്കുന്നത് ലോറിയൽ പാരീസിൻ്റെ ട്രിപ്പിൾ ആക്റ്റീവ് ഡേ ക്രീമാണ് ഫോർ ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ. എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഡ്രൈ സ്കിന്നിൻ്റെ ക്രീമാണ് യൂസ് ചെയ്യാറ്. അപ്പം ഈ ക്രീമാണ് ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു സ്റ്റേജാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മേക്കപ്പ് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് മേക്കപ്പ് പ്രൊഡക്റ്റിലേക്ക് പോകാം. അപ്പം ഇത്രയും ചെയ്തതിന് ശേഷം കൂടുതലും കൺസീലർ ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ബിഗിനേഴ്സിന് ഞാൻ ഒരിക്കലും കൺസീലർ യൂസ് ചെയ്യാൻ പറയില്ല. പക്ഷേ ഭയങ്കര ഡാർക്ക്നെസ് പിഗ്മെൻറ്റേഷൻ ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ കൺസീലർ യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ സ്കിന്നിലധികം പിഗ്മെൻറ്റേഷൻ ഇല്ല, അതുകൊണ്ട് ഞാൻ കൺസീലർ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഞാൻ എൻ്റെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കൺസീലർ ഇട്ടിട്ട്. പക്ഷേ ഒരു സിമ്പിൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ കൺസീലർ യൂസ് ചെയ്യാറില്ല. ഇപ്പം നമുക്ക് കോളേജിലോ ഓഫീസിലൊക്കെ പോകുന്ന മേക്കപ്പിൽ അതിൻ്റെ ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് ഫൗണ്ടേഷൻ തന്നെയാണ്. അപ്പം നിങ്ങളുടെ സ്കിന്നിന് സൂട്ട് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ആയിരിക്കണം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ആയിരിക്കില്ല നിങ്ങളുടേതും. അപ്പം എപ്പോഴും ഇപ്പോൾ ഏതെങ്കിലും നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഔട്ട്ലെറ്റ്സ് അവൈലബിൾ ആണ്. ഈ മോൾസിലൊക്കെ പോകുമ്പം അവിടെ ടെസ്റ്റ് ചെയ്ത് നമ്മുടെ മുഖത്തേക്ക് ഇട്ട് നോക്കി കാണിച്ചു തരാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കി നിങ്ങളുടെ സ്കിന്നിന് സൂട്ട് ചെയ്യുന്ന, എന്താ വെച്ചാൽ എപ്പോഴും നിങ്ങളുടെ സ്കിന്നിൻ്റെ അതേ ഷെയ്ഡ് എടുക്കല്, 1 ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള ഫൗണ്ടേഷൻ വേണം എപ്പോഴും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിട്ട് നോക്കി ആയിട്ട് മാത്രം വാങ്ങിക്കുക കേട്ടോ. മിക്ക ഔട്ട്ലെറ്റിലും ഇപ്പോൾ സാമ്പിളൊക്കെ തരും. അപ്പോൾ സാമ്പിൾ വാങ്ങിപ്പോയി നിങ്ങളൊന്ന് ഒരു ദിവസം ഇട്ട് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് DIOR ഫോറെവറിൻ്റെ എൻ്റെ ഷെയ്ഡ് 4W ആണ്, 041 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷെയ്ഡാണ് ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ്. കാരണം എനിക്ക് എൻ്റെ കറക്റ്റ് സ്കിൻ ടോണാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ വേറെ യൂസ് ചെയ്തിട്ടുള്ളതൊന്നും എനിക്ക് അത്ര പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. എന്നാലും ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ കറൻറ്റിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ. അപ്പം ഇത് ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യാണ്. ഇത് ഫൗണ്ടേഷൻ എടുത്തിട്ട് ഡോട്ടായിട്ട് ഇടുക. എപ്പോഴും ശ്രദ്ധിക്കുക, ഫേസിൽ മാത്രമല്ല നമ്മുടെ നെക്കിലും ഇടുക എപ്പോഴും.
അതുപോലെ തന്നെ ഇപ്പം കൺസീലർ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇവിടെയൊക്കെയാണ് എൻ്റെ കുറച്ച് ഡാർക്ക്നെസ് ഉള്ള ഏരിയ, അവിടെ ഞാൻ കുറച്ച് കൂടുതൽ ഇടാറുണ്ട്. പിന്നെ ശ്രദ്ധിക്കുക, ഞാൻ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കൈയാണ് ഏറ്റവും നല്ല ബ്ലെൻഡർ എന്ന് പറഞ്ഞ്. പക്ഷേ ഐ ഓൾവേസ് റെക്കമെൻഡ് ബ്രഷ്. മേക്കപ്പ് ഫൗണ്ടേഷൻ ബ്രഷ് യൂസ് ചെയ്യുന്നതാണ് എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് ഞാൻ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഈവൻ ആയിട്ട് എല്ലായിടത്തും ബ്ലെൻഡ് ആവാറുണ്ട്. അപ്പം നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. നന്നായിട്ട് ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് ബ്ലെൻഡായി എല്ലായിടത്തും ഈവനായിട്ട് വരുന്ന പോലെയാണ് എനിക്കെപ്പോഴും തോന്നുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും മറ്റേ ബ്യൂട്ടി സ്പഞ്ചൊക്കെ യൂസ് ചെയ്യുമ്പം എനിക്ക് ഇത്ര ഒരു പെർഫെക്ഷൻ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടു. ഇനി അടുത്തത് ഞാനൊരു കോമ്പാക്ട് പൗഡർ ഇട്ട് അത് സെറ്റ് ചെയ്യാണ് ചെയ്യാറ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ മിനറലൈസ് സ്കിൻഫിനിഷ് നാച്ചുറൽ, അതിൻ്റെ ഷെയ്ഡ് മീഡിയം ഡാർക്കാണ്. നിങ്ങൾക്ക് ഏത് ഫൗണ്ടേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏത് കോമ്പാക്ട് പൗഡർ, അങ്ങനെ ഇന്ന ബ്രാൻഡെന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടി ഒരു പ്രൊഡക്റ്റും ഇടേണ്ട രീതിയും മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ ആ ബ്രാൻഡിൻ്റെ കാര്യമൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് സ്കിൻ ടോണിന് സൂട്ട് ചെയ്യുന്ന ഏത് ബ്രാൻഡാണ്, ഏത് ഷെയ്ഡാണ് അത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കോമ്പാക്ട് പൗഡർ. ഇന്ന് അത് ഒരു പൗഡർ ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പം ഫൗണ്ടേഷൻ ഇട്ടു, കോമ്പാക്ട് പൗഡർ ഇട്ടു. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആണ് ഐബ്രോസ്. ഐബ്രോസിൻ്റെ ഈവൻ നിങ്ങൾ ഫൗണ്ടേഷൻ ഇട്ടില്ല, കോമ്പാക്റ്റ് ഇട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഐബ്രോസ് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ആ ഒരു അപ്പിയറൻസിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. അപ്പം ഐബ്രോസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേജ്. അപ്പം ഐബ്രോസിന് പല ടൈപ്പ് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. പെൻസിൽസ് ആണ് കൂടുതലും. ഈ ബിഗിനേഴ്സ് പെൻസിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ ഐ റെക്കമെൻഡ് ഐബ്രോ പാലറ്റ്, പൗഡർ ഫില്ല് ചെയ്യുന്ന പാലറ്റ്സ് ഉണ്ട്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ പാലറ്റ് ആണ്, ഒരുപാട് കോസ്റ്റ്ലി ഒന്നുമല്ല. അപ്പം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. ഇതിനകത്ത് 3 ഷെയ്ഡ്സ് അല്ല, രണ്ടൊരു ബ്രൗൺ ഷെയ്ഡും ഒരു ബ്ലാക്ക് ഷെയ്ഡും, ബ്ലാക്ക് അല്ല ഒരു ബ്രൗണിഷ് ബ്ലാക്കും പിന്നെ ഒരു ലൈറ്റ് ബ്രൗണും പിന്നെ ഒരു സെറ്റ് ചെയ്യാനുള്ള ഒരു വാക്സും ഉണ്ട്. അങ്ങനെ 3 സെറ്റ്. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് പ്ലക്കറും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഡാർക്ക് ഷെയ്ഡാണ്. അതെടുത്തതിന് ശേഷം നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇപ്പോഴും ഈ നമ്മുടെ എൻഡിലെ ആദ്യം പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് വെക്കാവുള്ളൂ, ആദ്യം ഇവിടെ കൊണ്ടുവന്ന് വെക്കരുത്. അപ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് എടുക്കുക, ഒരുപാട് എടുക്കരുത്, ജസ്റ്റ് ഒന്ന് തൊട്ടെടുത്തിട്ട് ഒന്ന് സൈഡിലൊന്ന് തട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ബാക്കി വരുന്നത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വരയ്ക്കുക, നമ്മുടെ ആ ഷേപ്പ് ഐബ്രോസിൻ്റെ. എൻഡ് ഫിൽ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന പ്രൊഡക്റ്റ് എടുത്ത് വേണം ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഇടാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ? അപ്പോൾ ഒട്ടും ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യില്ല, എന്നാൽ ഫില്ലാവുകയും ചെയ്യും. അതുപോലെ നമ്മൾ ഇപ്പുറത്തെ ഐബ്രോസും കൂടി ഫില്ല് ചെയ്യുന്നു. അങ്ങനെ ഐബ്രോസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
ഉണ്ടല്ലേ നമുക്ക് ഒട്ടും ആ ഒരു മുഖത്തിന് ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് വരും ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ. ഐബ്രോസ് തീരെ ഇല്ലാത്തവരാണെങ്കിൽ വരയ്ക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ആണെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത് നമ്മൾ കണ്ണ് എഴുതാൻ പോവാണ്. അപ്പം അതും ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു Maybelline ഹൈപ്പർ ഗ്ലോസി ലിക്വിഡ് ലൈനറാണ്. ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് ഞാൻ മേളിലത്തെ ലിഡാണ് വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. അതിന് നമ്മൾ 2 കണ്ണും വരച്ചു. ഇനി താഴെ എഴുതാൻ ഇഷ്ടമുള്ളവർ താഴെ എഴുതുക. പക്ഷേ താഴെ എഴുതാത്ത ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് താഴെ എഴുതാതിരിക്കുന്നതാണ്. പക്ഷേ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ താഴെ എഴുതുകയാണ്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഈ എഡ്ജ് ഉണ്ടല്ലോ, ആ എഡ്ജിൽ മാത്രമേ ഞാൻ എഴുതുള്ളൂ. കാരണം എൻ്റെ ഐസ് പൊതുവേ ഒരു കുഞ്ഞ ഐസാണ്. അത് കുറച്ചും കൂടി വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എഡ്ജിലും കൂടെ എഴുതുന്നത്. ഇനി നമ്മുടെ അടുത്ത നമ്മൾ യൂസ് ചെയ്യുന്ന എന്ന് വെച്ചാൽ മസ്കാരയാണ്. ഇത് ലോറിയൽ പാരീസിൻ്റെ തന്നെ ലാഷ് പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള മസ്കാരയാണിത്. ഇതെടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ മേളത്തെ ഐലാഷിൽ ഇങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ താഴത്തേൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. കണ്ണിൽ പോകാതെ നോക്കണം കേട്ടോ. ഞാൻ മിക്കവാറും കണ്ണിടാറുണ്ട്, അതുകൊണ്ട് കണ്ണിൽ പോകാതെ വരയ്ക്കാം. ഓക്കെ, അത്രയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കാണ്. എപ്പോഴും നിങ്ങൾ കോളേജിലും ഓഫീസിലൊക്കെ പോകുകയാണെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ന്യൂഡ് ഷെയ്ഡ്സ്, ഇപ്പം ബ്രൗൺ ന്യൂഡ്സ് ഉണ്ട്, പിങ്ക് ന്യൂഡ്സ് ഉണ്ട്. എനിക്ക് പിങ്ക് ന്യൂഡാണ് കുറച്ചും കൂടി ചേർന്നത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് ബ്രാൻഡിൽ, എല്ലാ ബ്രാൻഡിലും തന്നെ ഉണ്ട്, പല റേഞ്ചിലും ഉണ്ട്. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡിയോറിൻ്റെ ഒരു ന്യൂഡ് ഷെയ്ഡാണ്, പിങ്കിഷ് ഷെയ്ഡാണ്. 558 ആണ് എൻ്റെ കോഡ്. അതൊന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. അപ്പോൾ എന്ന് വെച്ചാൽ സിമ്പിൾ ലുക്കാണ്, ഒരുപാട് കേൾക്കില്ല. കാരണം ബിഗിനേഴ്സിന് ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും മേക്കപ്പ് ഇടാൻ തുടങ്ങിയ സമയത്ത് ഒരുപാട് മേക്കപ്പ് വീഡിയോസ് കാണുമായിരുന്നു. അതിൽ ഇട്ട് കഴിയുമ്പോൾ പക്ഷെ ഭയങ്കര ഓവറായിട്ട് തോന്നും. അതുകൊണ്ട് എപ്പോഴും സിമ്പിളായിട്ട് മേക്കപ്പ് ഇട്ട് പഠിച്ച് വരുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതൊരു സിമ്പിൾ മേക്കപ്പാണ്, എന്നാൽ മേക്കപ്പ് ഒരുപാടുള്ളതായിട്ടും തോന്നത്തില്ല, എന്നാൽ നോർമലായിട്ടുള്ള ഒരു മേക്കപ്പാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസും ബ്യൂട്ടി വ്ളോഗ്സും ടിപ്സും ഒക്കെ ആയിട്ട് വരും. അപ്പം തീർച്ചയായിട്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.